ഇന്ത്യയുമായുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കയറ്റുമതിയിലും ഇറക്കുമതിയിലും വൻ ഇടിവ്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലമാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ഈ വലിയ ഇടിവ് വന്നത്. ഇന്ത്യയുടെ വർഷങ്ങളായുള്ള പ്രധാന വ്യാപാര പങ്കാളികളായ UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാഖ് എന്നീ രാജ്യങ്ങളുമായാണ് വിദേശ ഇടപാടിൽ വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം, ഹോർമുസ് കടലിടുക്ക് അടയ്ക്കൽ, ഊർജ്ജ പ്രതിസന്ധി എന്നിവ ഇന്ത്യയുടെ വ്യാപാര മേഖലയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇപ്രകാരം മാർച്ച് മാസത്തെ കയറ്റുമതിയിൽ 7.4%, ഇറക്കുമതിയിൽ 6.5% കുറവ് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാഖ് എന്നീ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിലാണ് ഈ വലിയ ഇടിവ് വന്നിരിക്കുന്നത്. UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ അസാധാരണമായ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യയിൽ നിന്നുള്ള ബസുമതി അരിയുടെ പ്രധാന വിപണി ഗൾഫ് രാജ്യങ്ങളാണ്. യുദ്ധം കാരണം ഈ മേഖലയിൽ വലിയ തിരിച്ചടിയുണ്ടായി. ഇന്ത്യയിലെ കാർഷിക മേഖലയെ മരവിപ്പിക്കുന്ന തിരിച്ചടിയാണിത്. അതേസമയം ഇറക്കുമതിയിലും സമാനമായ തകർച്ച രേഖപ്പെടുത്തിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാഖ് എന്നീ 4 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി മാത്രം 37.3% മുതൽ 66.3% വരെ ഇടിഞ്ഞു. ഇതോടെ UAE 2ാം സ്ഥാനത്തു നിന്നും 4ാം സ്ഥാനത്തേക്ക് എത്തി. സൗദി അറേബ്യ 5ാം സ്ഥാനത്തു നിന്നും 8ാം സ്ഥാനത്തെത്തി. ഇറാഖ് 7ാം സ്ഥാനത്തു നിന്നും 16ാം സ്ഥാനത്തേക്ക് ഇടിഞ്ഞു. ഖത്തർ 18ാം സ്ഥാനത്തു നിന്നും 20ാം സ്ഥാനത്തേക്കും എത്തി. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നിർണായകമായ സ്ഥാനമാണുള്ളത്. ഈ കണക്കുകളിലാണ് യുദ്ധവും പ്രത്യാഘാതങ്ങളും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.